നമ്മൾ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും നമുക്ക് സമ്പത്തിൽ വർധനവുണ്ടാവാനും സമാധാനത്തോടെ സ്വസ്ഥതയോടുകൂടി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അല്ലേ? പ്രിയമുള്ളവരെ, പരിശുദ്ധമായ മുഹറത്തിൻ്റെ 9-ൻ്റെയും 10-ൻ്റെയും ദിവസങ്ങളിൽ നമ്മുടെ വീട്ടുകാർ, കുടുംബങ്ങൾ, ബന്ധുക്കളൊക്കെ വിളിച്ച് അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത്, പാവപ്പെട്ടവരെയും അതുപോലെ ഇൽമിൻ്റെ അഹ്ലുകാരെയൊക്കെ പ്രത്യേകം പരിഗണിച്ച് അവരൊക്കെ സാമ്പത്തികമായി സഹായിക്കുകയും അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്താൽ ഈ വർഷം മുഴുവൻ അള്ളാഹു വലിയ ബറക്കത്ത് നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ സമ്പത്തിലും തരാൻ കാരണമാകും. കഴിഞ്ഞ ഒരു വർഷത്തെ പാവങ്ങളൊക്കെ പൊറുക്കാൻ ഈ ദിവസത്തെ നോമ്പ് വളരെ ഫലപ്രദമായ കാര്യമാണ്. അതുപോലെ നമുക്ക് മരണവേദന പോലും ഈ ദിവസത്തെ ബഹുമാനിക്കുന്നവർക്ക് അതിൻ്റെ രാവുകളിൽ ദിക്റും സലാത്തും നന്മകളുമായി കഴിഞ്ഞുകൂടുകയും പകൽ സമയങ്ങളിൽ നോമ്പെടുക്കുകയും ചെയ്യുന്നവർക്ക് മരണവേദന പോലും അനുഭവിക്കുകയും വരില്ല എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ധാരാളം നന്മകൾ കരഗതമാകുന്ന വളരെ പവിത്രധന്യമായ വളരെ ശ്രേഷ്ഠതയുള്ളൊരു സമയത്തിലാണ് നാം ഉള്ളത്. മഹാന്മാരും സാലിഹീങ്ങളും മഹത്തുക്കളൊക്കെ ശനിയും ഞായറും അത് മുഹറം 9ഉം 10ഉം ആണെന്ന് പറഞ്ഞവരുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു അത് ഞായറും തിങ്കളുമാണെന്ന്. എന്തായാലും പണ്ഡിതന്മാരുടെയും ഉലമാക്കളുടെ അഭിപ്രായ വ്യത്യാസം അത് പലപ്പോഴും നമുക്ക് നന്മയായിട്ട് വരാറുണ്ട്. കാരണം നമുക്ക് ശനിയും ഞായറും നോമ്പെടുത്താൽ 9ഉം 10ഉം കിട്ടി. തിങ്കളാഴ്ച നോമ്പെടുത്താലോ നമുക്ക് 11 കൂടി ലഭിച്ചു. അപ്പം 3 ദിവസം നോമ്പെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്രാവശ്യം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് കൂടുതൽ നന്മകൾ ചെയ്ത് മുഹറത്തിൻ്റെ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ, എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ കരഗതമാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കട്ടെ.